ഷഹാന മുംതാസ് എന്ന പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും എന്തു സംഭവിച്ചു എന്ന് അറിയുമ്പോഴാണ് ഓരോ മലയാളിയുടെയും നെഞ്ചു പൊട്ടുന്നത്. ഈ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഓരോ നിമിഷം. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിദേശത്തേക്ക് പോയ ഭർത്താവ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഭർത്താവിൻ്റെ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും സഹിച്ച്, അതുകൂടാതെ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ കുറ്റപ്പെടുത്തലും, എന്തിനാണ് നീ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൂടെ എന്നുള്ള ചോദ്യവും. ഇവരുടെ കുത്തുവാക്കുകളൊന്നും ഷഹാനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് സത്യം. അവൾക്ക് ജീവിതം വെറുത്തു തുടങ്ങി. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഓരോ വാർത്തകളാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. നിങ്ങൾ ഈ ആത്മഹത്യയെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചവരുണ്ടോ? എന്തുകൊണ്ടാവും പലരും ജീവിതം പാതി വഴിയെ ഉപേക്ഷിച്ച് അവസാനിച്ചു പോയിട്ടുണ്ടാകുക? അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ചേതോവികാരം എന്തായിരിക്കും? ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തെ അത്രമേൽ സ്നേഹിച്ചവരായിരിക്കാം അങ്ങനെ ചെയ്തവരിൽ പലരും. എന്നിട്ടും ഇടക്ക് വെച്ച് അവരുടെ നെഞ്ചു വിങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം തളർന്നു പോയിട്ടുണ്ടാവും ആ പാവം. അവൾ അനുഭവിച്ച മാനസിക വിഷമവും സമ്മർദ്ദങ്ങളും അത്രമേലെ ഉണ്ടാവും. നമ്മൾ പുറത്ത് കാണുന്നതാവില്ല പലരുടെയും അകത്തുള്ള ജീവിതം. വളരെ വേദനാജനകമായിരിക്കും. അത് പുറത്ത് കാണിക്കാതെ ജീവിതകാലം മുഴുവൻ സഹിച്ചു ജീവിതം ജീവിച്ചു തീർക്കും. മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ അവർ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നല്ലത് പറയാനും ചെയ്തത് കുറ്റം പറയാനും, എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കാനും ആളുകൾ ഒരുപാട് കാണും. ഈ പറയുന്ന എത്ര പേർ അവരെ അടുത്തറിയാൻ ശ്രമിച്ചിട്ടുണ്ട്? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം അവസാനിച്ചതൊക്കെ എന്നൊക്കെ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ? പലരുടെയും മൈൻഡ് വേറെയാണ്. നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യും പോലെ എല്ലാവർക്കും അത് കഴിഞ്ഞോളണം എന്ന് ഇല്ല. ചിലർക്ക് അത് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് കുറ്റം പറയുമ്പോൾ മുമ്പ് ജീവിച്ചിരിക്കെ പുഞ്ചിരിക്കുന്നവരോട് പുഞ്ചിരിക്കുക. അത് അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിരിക്കും. നമ്മളൊക്കെയും ഈ നിമിഷം മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. നാളെ ഒരു ദിവസം ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ. സ്നേഹം കൊണ്ടും ജാതി പറഞ്ഞും മതം പറഞ്ഞും സ്റ്റാറ്റസ് പറഞ്ഞും നിറം മണവും എല്ലാം വേർതിരിച്ച് ഒരാളെ ആരും വേദനിപ്പിക്കാതിരിക്കുക. നമുക്ക് മുന്നിൽ പൊട്ടിച്ചിരിക്കുന്ന പല മുഖങ്ങളിലും ഉള്ളിൽ ആർത്തുലച്ചു കരയുന്ന ഒരു കടലുണ്ട്. ചേർത്ത് നിർത്തിയില്ലെങ്കിലും ചേർന്ന് നിന്ന് പരിഹസിക്കരുത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ഷഹാന മുംതാസിൻ്റെ മരണത്തിന് ശേഷം അമ്മാവൻ നോട്ട്ബുക്കുകൾ പരിശോധിച്ച ശേഷം ഷഹാന ഭർത്താവിനെക്കുറിച്ച് എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മാത്രം ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ഷഹാന അതിലെ ഓരോ വാക്കുകളും നോക്കിയാൽ അറിയാമായിരുന്നു. ഞാൻ അവനെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്, അവൻ എന്നെ കഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നാണ് നോട്ട്ബുക്കിൽ ഷഹാന കുറിച്ചിട്ടുള്ളത്. 20 ദിവസമല്ലേ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങണ്ട എന്ന് ഭർത്താവിൻ്റെ ഉമ്മ ഷഹാനോട് പറഞ്ഞു. ഇത് തൻ്റെ ഭാര്യയാണെന്നോ മകൻ്റെ ഭാര്യയാണോ എന്നോ അല്ല, വെറും 20 ദിവസം കൂടെ നിന്ന പെണ്ണ്. ഭർത്തൃ ബന്ധം എന്നത് എന്താണെന്നുള്ളത് ഇവർക്ക് അറിയുകയില്ല. ഇസ്ലാമിൽ ത്വലാഖ് എന്നത് അള്ളാഹു ഏറ്റവും വെറുക്കപ്പെട്ട ഒന്നാണ്. ത്വലാഖ് എന്നത് ഇവർക്കറിയുകയില്ല. ത്വലാഖ് ചൊല്ലപ്പെട്ടവൻ നടക്കപ്പെടുന്ന തീയിൽ പോലും പുല്ലും മുളക്കില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രയും നീചമായ ഒരു പ്രവൃത്തിയാണ് അത്. നിറത്തിൻ്റെ പേരിൽ പാവപ്പെട്ട ആ കുട്ടിയെ വേണ്ട എന്ന് വെച്ച പഠിച്ച് ജോലി വാങ്ങണമെന്നായിരുന്നു ഷഹാനയുടെ ആഗ്രഹം. അതിനിടയിൽ കഴിഞ്ഞുകൂടിയ ഈ കാലഘട്ടത്തിൽ അവൾക്കുണ്ടായ സങ്കടം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകുകയില്ല. എന്തായാലും ഈ ഒരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും വരരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഓരോ നിമിഷമാണ് ഈ ഒരു ഷഹാനയുടെ മരണം. നൊന്തുപെറ്റ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കെ മകൾ മരിച്ചുപോയാൽ ഉണ്ടാവുന്ന അവസ്ഥ. ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരവസ്ഥ വരരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷം. ഈ ഒരവസരത്തിൽ നമുക്ക് ഷഹാനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും ഇതുപോലുള്ള ഷഹാനമാർ നമ്മുടെ മുമ്പിൽ
വരാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം.